ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായും കണ്ടു നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലി, പാറ്റ, പെരിച്ചാഴി ഇവയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എന്നേക്കുമായി അകറ്റുന്നതിനും ഇനി ഒരിക്കലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാതിരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ്. നമുക്ക് പെരിച്ചാഴിയൊന്നും കൊന്നു കളയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോക്കോളും. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ പാൽ വാങ്ങിച്ചിട്ട് കളയുന്ന പാലിൻ്റെ കവർ, അല്ലെങ്കിൽ എണ്ണയുടെ കവറാണെങ്കിലും കുഴപ്പമില്ല. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറിയ കത്രിക വെച്ചിട്ട് ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിൻ്റെ ഉള്ളിലുള്ള അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. നമ്മൾ എല്ലാം ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വിക്സാണ് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ അതിലൂടെ കുറച്ച് വിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പാലിൻ്റെ കവറുണ്ടല്ലോ, അത് കൂടി കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് പെരിച്ചാഴിയൊക്കെ വന്ന് അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കൊക്കെ അതിൻ്റെ വയറ്റിൽ ചെല്ലുകയും തക്കാളിയുടെയൊക്കെ ടേസ്റ്റ് കൊണ്ട് അത് വന്നോളും. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വയറിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകുകയും നമ്മുടെ പരിസരത്ത് നിന്ന് ഓടിപ്പോവുകയൊക്കെ ചെയ്തോളൂ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ അടച്ച് ഫില്ല് ചെയ്ത ശേഷം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും പരിസരത്തൊക്കെ, മുറ്റത്തിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കൂടുതലായിട്ട് എലിശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവയുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ അടുത്ത ടിപ്സിനായിട്ട് ഒരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് നല്ല വെളുത്തുള്ളിയൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള 3 പച്ചമുളക് കൂടിയാണ്. നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇടികല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും എരിവ് തട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അല്ലെങ്കിൽ കൈക്കൊക്കെ നല്ല ഒരു പുകച്ചിലായിരിക്കും. നല്ല എരിവുള്ള മുളകാണല്ലോ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ സ്മെല്ലൊക്കെ പോകാതിരിക്കുന്നതിനായിട്ടാണ് നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ആ ബാലൻസ് വരുന്ന അതുപോലെ നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വീടിൻ്റെ പരിസരത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം വരെ നമുക്ക് ഒഴിവായി കിട്ടും. വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പാമ്പൊന്നും നമ്മുടെ പരിസരത്തൊന്നും വരില്ല. ഇതുപോലെ നമ്മൾ രാത്രി സമയങ്ങളിൽ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ സിങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ പ്രാണികളുടെയും പാറ്റയുടെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സിങ്കിലെ പൂവീച്ചയും അങ്ങനെ ചെറിയ ചെറിയ ഈച്ചകളൊക്കെ വന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പിലും കൗണ്ടർ ടോപ്പിലും നമ്മുടെ ജനലിൻ്റെ ഭാഗത്തൊക്കെ പല്ലി, പാറ്റ എന്നിവയൊക്കെ വന്ന് ഇരിക്കുമല്ലേ, അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ടും ഇത് കുറച്ചങ്ങ് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയാകും. സൈഡ് മൂല ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വീടിന് ചുറ്റും തന്നെ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എലിയുടെയും പാമ്പിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊക്കെ 2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ജീവികളുടെയൊക്കെ ശല്യം ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ അടുത്ത ടിപ്സ് ഒന്ന് ചെയ്യാൻ പോകുന്നത്, കുറച്ച് കടുകാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന്
ഇതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്ത് നമുക്ക് ഇടികല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുക്കാം. ഇനി ഇടികല്ലിൽ വെച്ച് ഇടിഞ്ഞ് വന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഒരുപാടൊന്നും പൊടിയണമെന്നില്ല, നല്ല ഒന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ട് തന്നെ എടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഹാർപ്പിക്കാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഹാർപ്പിക്ക് നല്ല എഫക്റ്റുള്ള സാധനമാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ബിസ്ക്കറ്റാണ്. എന്തെങ്കിലും ബിസ്ക്കറ്റോ ശർക്കരയോ എന്തെങ്കിലും ഈ ജീവികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ആകുമ്പോൾ എലിക്കും പെരുച്ചാഴിക്കൊക്കെ നല്ല അതിൻ്റെ ആ സ്മെല്ല് കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് വന്ന് ഇതിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ അടപ്പുകളിലാക്കി നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും എല്ലാ ജീവികളുടെയും ശല്യം ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ, അതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ശല്യം, പല്ലി, പാറ്റ, അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ, ഉറുമ്പുകൾ, ഇതിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. വലിയ വലിയ കെമിക്കലുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാകും. പിന്നെ അടുത്ത ടിപ്സിനായിട്ട് ഞാനൊരു ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു പകുതി അടർത്തിയെടുക്കാം. പകുതി ഇഞ്ചിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അതിലേക്ക് പിന്നെ ഒരു വെളുത്തുള്ളി കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഒന്ന് അടർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ചേർത്ത് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ ഉപ്പ് കൂടിയാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ ഒരു 2 മിനിറ്റ് തിളയ്ക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ എഫക്റ്റ് ഇറങ്ങാൻ പാകത്തിന് തന്നെ, നന്നായിട്ടൊന്ന് വെന്തിറങ്ങാൻ പാകത്തിന് തന്നെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കാം. ഇതുപോലെ അരിച്ച് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വിക്സോ ടൈഗർ ബാമോ എന്തെങ്കിലും ചേർത്ത് കൊടുത്ത ശേഷം സ്മെല്ലൊക്കെ പോകാതിരിക്കാനായിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി വയ്ക്കണം. അത് തണുത്ത ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് എവിടെയാണോ എലിയുടെയും പല്ലിയുടെയും പെരുച്ചാഴിയുടെയും അതുപോലെ പാറ്റയുടെയൊക്കെ ശല്യമുള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതുപോലെ സിങ്കിലും ഒക്കെ നമുക്ക് വീടിന് ചുറ്റുമൊക്കെ നമുക്കിതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ നല്ല വീഡിയോസുമായി വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.